ബേ വില്ലാസ് ആക്ച്വലി നിക്കീലിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റാണ് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക്. ദുബായ് ഐലൻഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഡേറ്റ് സെപ്റ്റംബർ 17, 2025 ആക്ച്വലി ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തത് 2024 ഫെബ്രുവരി മാർച്ച് ടൈമിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഗ്രാൻഡ് ലോഞ്ച് ആയിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു വിത്തിൻ 1 or 2 days എല്ലാം ഏകദേശം യൂണിറ്റ് എല്ലാം വിറ്റുപോയി. ആ സമയത്ത് കുറച്ച് യൂണിറ്റ് ഇപ്പോൾ നമുക്ക് ക്യാൻസലേഷൻ യൂണിറ്റും അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് പുതിയ യൂണിറ്റ് റിലീസായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് 160 യൂണിറ്റ് ഇപ്പോൾ നമുക്ക് റിലീസായിട്ടുണ്ട് കീഴിൽ നിന്ന്. അപ്പം അതൊരു EOI അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു വിത്തിൻ 1 or 2 weeks അതിൻ്റെ ലോഞ്ച് ഉണ്ടാവും. അപ്പം ആദ്യം നമുക്ക് ദുബായ് ഐലൻഡ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളോട്ട് നമുക്ക് കിടക്കാം. അപ്പം മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിപ്പോൾ ദുബായിയുടെ ഒരു മാപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി കാണാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ബുർജ് ഖലീഫ ഡൗൺ ടൗൺ, ദുബായ് ഫ്രെയിം, ഇതാണ് ആക്ച്വലി ദുബായ് ഐലൻഡ്. നമ്മുടെ ബർദുബായ് ദേറ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനടുത്തായിട്ട് വരുന്ന ഏരിയയാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഓവറോൾ ഒരു ദുബായിയുടെ ഇത് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പം പുതിയ നമ്മുടെ മക്തൂം എയർപോർട്ട്, അതുപോലെ തന്നെ പാം ജുമേറ അല്ലി, പാം ജുമേറ, ദുബായ് മറീന. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ബീച്ച് ഫ്രണ്ട് ആയിട്ട് വരുന്ന ഏരിയയാണ്. ഞാൻ അതിൻ്റെ റിയൽ മാപ്പ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയാണ് ശരിക്കും നമുക്ക് ബർദുബായ്, അതുപോലെ തന്നെ ദേറ. ഈ ദേറയിൽ ആക്ച്വലി ലൊക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്യാൻ കാണിക്കാം. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഒരു സാറ്റലൈറ്റ് വ്യൂ. ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ദേറ ഫിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടോ നിങ്ങളിൽ? ഇവിടെ ഒരു ലുലു എല്ലാം ഉണ്ട്. ഇവിടെ നിന്നിട്ട് പിന്നിലോട്ടാണ് ഈ ഒരു ഏരിയ കിടക്കുന്നത്. അവിടെ ഓൾറെഡി എന്താ പറയുക കുറച്ച് ഹോട്ടലുകളെല്ലാം വർക്കിംഗ് ആണ്, ഒത്തിരി പ്രൊജക്റ്റുകളുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ 5 ഐലൻഡ് വരുന്നുണ്ട്. ഐലൻഡ് A, B, C, D, E 5 ഐലൻഡ് വരുന്നുണ്ട്. ഇതിൻ്റെ അത് ഈ ഒരു കാണുന്ന ഇപ്പം നമുക്ക് ഈ കാണുന്ന ഐലൻഡ് ഉണ്ടല്ലോ, നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഐലൻഡ് ഇതാണ് നമ്മൾ ആക്ച്വലി ഐലൻഡ് A. ഇത് ആക്ച്വലി പ്രൈവറ്റ് ഡെവലപ്പേഴ്സ് ഒത്തിരി ഉണ്ട്. അതിനകത്ത് നമുക്ക് ഒരുപാട് അപ്പാർട്ട്മെൻറ്റ് ടവേഴ്സ്, ഇപ്പം സ്പെഷ്യലി ഇംതിയാസ്, എല്ലിങ്ടന് ഇവരൊക്കെ ഇംതിയാസ്, സമാന എല്ലാം ഒത്തിരി പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഇംതിയാസിൻ്റെ ഒരുപാട് പ്രൊജക്റ്റുണ്ട് ബീച്ച് ഫ്രണ്ടായിട്ട്. നമുക്കിവിടെ ഓൾറെഡി ഈ ഒരു ഏരിയ ഓപ്പൺ ബീച്ച് ഓപ്പണാണ്. നമുക്ക് പോയി കുളിക്കാൻ പറ്റും. അവിടെ ഒരു ഡോഗ് അല്ലെങ്കിൽ പെറ്റിനുള്ളൊരു ബീച്ച് ഉണ്ട് അവിടെ. ഇവിടെ ഒരു മറീന ഉണ്ട്. ഇനി ഈ ഐലൻഡിൻ്റെ ഒരു ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് 86 ഹോട്ടലുകൾ വരുന്നുണ്ട്. ടോട്ടൽ 21 കിലോമീറ്ററിൽ അത്രയും ലെങ്ത്തിൽ ഇരുന്നൊരു ബീച്ച് ഫ്രണ്ട് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ പുറമെ 9 മറീന വരുന്നുണ്ട്, 2 ഗോൾഫ് വരുന്നുണ്ട്, 18 ഹോൾസും 19 ഹോൾസും. അതിൻ്റെ പുറമെ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞു ഇതിനകത്താണ് ഇപ്പം നമ്മുടെ വില്ലകൾ വരാൻ പോകുന്നത്. ഐലൻഡ് Bയിൽ ഇതൊരു പ്രൈവറ്റ് ഐലൻഡ് ആയിരിക്കും. ഒരു പക്ഷേ അൾട്രാ ലക്ഷറി ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് പിന്നെ ലോക്കൽ മീൻസ് റോയൽ ഫാമിലി യൂസ് ചെയ്യുമോ, അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അറിയില്ല. ഏതായാലും അതിനകത്ത് പ്രൊജക്റ്റുകളൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ തേർഡ് ഇരിക്കുന്ന ഇതിലായിരിക്കും നമുക്ക് എന്ത് തരാൻ പോകുന്നത്, ഗോൾഫും കാര്യങ്ങളും ഇതിനകത്താണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇത് ആക്ച്വലി ഒരു D33 D40 മീൻസ് ദുബായ് 2040 മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ആക്ച്വലി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സൂം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഐലൻഡ് നമുക്ക് എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റോട് കൂടെ ചെറിയൊരു മാൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മാൾ വരാം. എൻ്റെ കിൽമാളിൻ്റെ പണി മീൻസ് ഓൾമോസ്റ്റ് പണി കഴിയാനായിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു കുറച്ച് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് കാര്യങ്ങളുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ ആയിരിക്കും ഗോൾഫും കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഒരു പ്രോപ്പർ മാപ്പ് എൻ്റെ അടുത്തില്ല, ഞാനത് കാണിക്കാത്തത്. ഇതാണിപ്പോൾ ഒരു ഏരിയൽ വ്യൂ, ഇങ്ങനെ ആയിരിക്കും വരിക. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മളെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വ്യൂ ആണ്. ഇതാണ് നമ്മുടെ
ഇതായിരിക്കും നമ്മുടെ ഐലൻഡ് എയുടെ ഒരു വ്യൂ. ഒത്തിരി അപ്പാർട്ട്മെൻറ്റ്സ് വില്ലകളെല്ലാം കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഐലൻഡ് ബി വരുന്നത്, ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ബീക്കകത്ത് ആയിരുന്നു നമ്മുടെ ബേ വില്ലാസ് ലോഞ്ച് ചെയ്ത്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയയാണ് ബേ വില്ലാസ് ലോഞ്ച് ചെയ്തിരുന്നത്. ഉണ്ടോ, ഇതാണ് നമ്മുടെ ഐലൻഡ് ബി. അത് നമുക്ക് ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നത്, ബേ വില്ലാസ്. അതിനകത്ത് നമുക്ക് 3 ബെഡ്റൂം 4 ബെഡ്റൂം അതുപോലെ തന്നെ ടൗൺ ഹൗസുകൾ, സെമി ഡിറ്റാച്ച്ഡ് ടൗൺ ഹൗസസ് അല്ലെങ്കിൽ സെമി ഡിറ്റാച്ച്ഡ് വില്ലകൾ, 4 ബെഡ്റൂം 5 ബെഡ്റൂം വില്ലകൾ, അതുപോലെ തന്നെ ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള വില്ലകൾ എല്ലാം ഉണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് ഒരു 5-6 ഡിസൈൻ സെലക്ട് ചെയ്യാൻ പറ്റും, ഇൻറ്റീരിയർ നമുക്ക് എക്സ്ട്രാ സെലക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പിന്നെ ഒരു ബ്രോഷറാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതാണ് ഏകദേശം ഒരു വ്യൂ ഉണ്ടാവുക നമുക്ക് ഫ്യൂച്ചറിൽ ബേ വില്ലയുടെ. പിന്നെ ഇനി ദുബായിലിൻ്റെ ഒരു ഇതുകൂടെ പറയുകയാണെങ്കിൽ ഇനിയിപ്പം എന്താണ് പറയാനുള്ളത്, 24 മാൻഷൻ എന്ത് വരുന്നുണ്ട്, എല്ലാം തന്നെ സിംഗിൾ യൂണിറ്റ്, 3 and 4 ബെഡ്റൂം, G+1 ടൗൺ ഹൗസസ് ഉണ്ട്. അതും 4+ 6+ ആയിട്ടാണ് വരുന്നത്. എല്ലാം തന്നെ എൻസ്യൂട്ടാണ്, വിത്ത് മെയ്ഡ് റൂം ഉണ്ട്. പിന്നീട് 80-20 അന്ന് വന്ന സമയത്ത് നമുക്ക് 80-20 പേയ്മെൻറ്റെല്ലാം വന്നിരുന്നത്. നിങ്ങൾക്ക് 5 ബെഡ്റൂം വാട്ടർഫ്രണ്ട് വില്ലാസ് ഉണ്ട്, 4x5 ബെഡ്റൂം ഗാർഡൻ വില്ലാസ് ഉണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് 3500 സ്ക്വയർ ഫുട്ട് 3400 സ്ക്വയർ ഫുട്ടിലാണ് സ്റ്റാർട്ടിങ് വന്നിരുന്നത്. അതിൻ്റെ സൈസ് കേട്ടോ, ഈവൻ 3 ബെഡ്റൂം ടൗൺ ഹൗസിൻ്റെ പോലെ സൈസ് വന്നിരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്കിപ്പോൾ പുതിയ ലോഞ്ച് ഉണ്ട്. ഞാനൊരു വീഡിയോ കാണിക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സോറി, അതിലത്തെ വീഡിയോ ഇല്ല, സോറി. നമുക്ക് മീഡിയ പ്ലെയറിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തെല്ലാം ഇപ്പോൾ നിങ്ങൾ കണ്ട ഇവിടെ ഒരു സെപ്പറേറ്റ് ബീച്ചുണ്ട്. ഇതിന് ഒരു 1.5 കിലോമീറ്ററോളമുള്ള ബീച്ചുണ്ട്. ഇതുപോലെ ഈ ഒരു റോക്ക് ഏരിയ ഉണ്ടോ ഇവിടെ, ഇതും നമുക്കൊരു 1.5 കിലോമീറ്ററോളം ലെങ്ത്തിലുണ്ട്. അതിനകത്ത് ഇത് ഇവിടെ എല്ലാം ബീച്ച് വില്ലാസാണ് വരുന്നത്, ബീച്ച് ഫേസിങ് ആയിട്ടുള്ള വില്ലകൾ. നമുക്കിവിടെ ടൗൺ ഹൗസസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക കൂടുതലും എഡ്ജ് അല്ലെങ്കിൽ ഇപ്പം ഇതിനകത്തുള്ള റോഡ് വരുന്ന ഏരിയകളിലൊക്കെയാണ് നമുക്കിപ്പോൾ വില്ലകൾ കൂടുതൽ മീൻസ് പുതുതായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. കാരണം പലപ്പോഴും സെൻട്രൽ ഏരിയകളിൽ ആദ്യത്തിൽ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തു, പിന്നീട് RTA അപ്രൂവൽ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. മീൻസ് അവർക്ക് റോഡ് കെട്ടാൻ അല്ലെങ്കിൽ മറ്റ് ഫ്യൂച്ചറിലോട്ട് വേണ്ട മീൻസ് എന്താ ഇപ്പോൾ വെള്ളം കണക്ഷൻസിനോ അല്ലെങ്കിൽ നമ്മൾ കുടിവെള്ളത്തിൻ്റെതോ ഇലക്ട്രിസിറ്റിയോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒത്തിരി അവരുടെ മീൻസ് അവർക്ക് ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു അവർക്ക് വേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം ഇങ്ങനത്തെ ഇതുപോലത്തെ എഡ്ജ് ഏരിയയിൽ അവർ എന്ത് ചെയ്യും, പെർമിഷൻ തരും. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള വില്ലകൾ, ടൗൺ ഹൗസസ്, ഇതിപ്പോൾ നമുക്ക് റൗണ്ട് അബൌട്ട് വരുന്നതിനടുത്തുള്ളത്, അതുപോലെ തന്നെ കുറച്ച് ക്യാൻസലേഷൻ, ഇതെല്ലാം ചേർന്നതാണ് ഇപ്പോൾ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുണ്ടോ, ഈ ഒരു ഏരിയ നമുക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു റോക്ക് ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറം ബീച്ചും വരുന്നുണ്ട്. ഇതിപ്പോൾ ഗാർഡൻ വില്ലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓടിച്ച് പറയാം. ടൈപ്പ് ഉണ്ടോ, 6 ടൈപ്പ് വരുന്നത് ഇതിനകത്ത് ഗാർഡൻ വില്ലകൾ തന്നെ. എല്ലാ ഇപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ 4 ബെഡ്റൂം വില്ല ഞാൻ കാണിക്കാം. ഉണ്ടോ, ഫുൾ മോഡേൺ അല്ലെങ്കിൽ കണ്ടംപററി ലുക്കിലാണ് വരുന്നത്. കൂടുതലും അറബിക് മീൻസ് ഒരു അല്ലെങ്കിൽ ട്രഡീഷണൽ വളരെ കുറവാണ്. ഇതിനകത്ത് ഒത്തിരി ഡിസൈൻ വരുന്നുണ്ട്. നമുക്ക് ഇൻറ്റീരിയറും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ വാങ്ങുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും. അത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വില്ലകളാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ വില്ലകൾ തന്നെ നമുക്കൊരു 6 ടൈപ്പ് ഇപ്പം ഈ ഒരു വില്ലകൾ മാത്രമുണ്ട് ഡിസൈന്. പിന്നീട് നമുക്ക് ഓടിച്ച് പോവാം.
ടൈപ്പ് ഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ ടൈപ്പ് ഡിയുടെ ഇൻറ്റീരിയർ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് കടവിൽ ടൈപ്പ് ഇ കാണാൻ പറ്റും, 4 ബെഡ്റൂം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ടൈപ്പ് ഇ ഡിസൈൻ കാണുന്നുണ്ട് നിങ്ങൾ. ഇപ്പം ഇതുണ്ട്, ഇതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഹൈറ്റ് ഓൾമോസ്റ്റ് 3.3 മീറ്റർ 4 മീറ്ററിൻ്റെ അടുത്ത് ഹൈറ്റ് വരുന്നുണ്ട്. എല്ലാം ഭയങ്കര സ്പേഷ്യലാണ്, റൂം ആവട്ടെ അല്ലെങ്കിൽ വാഷ്റൂം ആവട്ടെ എല്ലാം തന്നെ. എസ്പെഷ്യലി നിങ്ങൾക്ക് നെക്കിയിൽ അറിയുകയാണെങ്കിൽ അറിയായിരിക്കും, പൊസിഷൻ നെക്കിലിൻ്റെ ഒരു ലക്ഷറി വില്ല അല്ലെങ്കിൽ ലക്ഷറി ടൈപ്പ് ഓഫ് വില്ലാസ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഏത് ഡിസൈൻ നമ്മുടെ മനസ്സിലുള്ള ഒരു ഡിസൈൻ മിക്കവാറും തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. 5-6 ടൈപ്പ് ഓഫ് ഇതിലുകൾ ഇപ്പം അവർ ഒരേ മീൻസ് ഒരു പക്ഷേ ഫസ്റ്റാണ് പറയാം ഇത്രയും ഡിസൈൻ അവർ ലോഞ്ച് ചെയ്യുന്നത്. പാം ജബലല്ലിക്കകത്താണെങ്കിലും കുറച്ചൊക്കെ അതുപോലെ ഒരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെമി ഡിറ്റാച്ച് നോക്കാം. സെമി ഡിറ്റാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി 2 വില്ല അല്ലെങ്കിൽ 2 ടൗൺ ഹൗസ് ഒട്ട് പിടിച്ച പോലെയാണ്. അപ്പം നമുക്ക് ആ 2 വില്ല കണക്റ്റഡ് ആയിരിക്കും. അവർക്ക് 2 സൈഡിൽ അവരുടെ പ്ലോട്ടേ ഉണ്ടാവും, ഗാർഡനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 കണക്റ്റ് ആയിട്ടുള്ള അതിനകത്തും നമുക്ക് 4 ഡിസൈൻ ഉണ്ട്. 3 ബെഡ്റൂം ടൗൺ ഹൗസ് ഉണ്ടാവും. ഇതിന് 3 ബെഡ്റൂമിൻ്റെ പ്രത്യേകത ഇത് ഈ 3 ബെഡ്റൂം പോലും നമുക്കൊരു 3500-4000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് സൈസ് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ഇപ്പോൾ ഈ ഒരു സൈഡ് നമുക്കൊരു വില്ലയാണ്, ഇപ്പോൾ ഇതൊരു ഒന്നാണ്, ഇതൊരു വില്ലയാണ്. ഇതാണ് ഈ സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി അടച്ചു വെച്ചിട്ട് വീടോ, ഇപ്പോൾ ഒരു ഓപ്പൺ വ്യൂവും ഒരു ക്ലോസ് ചെയ്ത വ്യൂവും കാണിക്കാനാണ്. ഒരു പക്ഷേ ഇത് 1 ഇത് 2 ടൗൺ ഹൗസ് ആണിത്. സോറി, ഇവിടെ സെമി ഡിറ്റാച്ച്ഡ് വില്ല. ഇത് നമുക്ക് വേറെ ഡിസൈന് ടൈപ്പ് സി കണ്ടോ, വേറെ ഡിസൈൻ. നമുക്ക് ടൗൺ ഹൗസസ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ആക്ച്വലി 4+ 6+ വരുന്നുണ്ട്, ടൈപ്പ് എയും ടൈപ്പ് ബി ആയിട്ട്. അതായത് 4 വില്ല ടൗൺ ഹൗസ് കണക്റ്റഡ്, 6 ടൗൺ ഹൗസ് കണക്ട്, ആ ഒരു സ്റ്റൈലിൽ. ഇതുപോലെ നമുക്കൊരു 3500 സ്ക്വയർ ഫീറ്റ് ഓൾമോസ്റ്റ് സൈസ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഞാൻ സൈസ് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈവൻ മാർക്കറ്റിൽ ചില ഡെവലപ്പേഴ്സ് എല്ലാം 2200, 2100 ഒക്കെയാണ് ചിലപ്പം പലപ്പോഴും സൈസ് ചെയ്യുന്നത്. ഈവൻ ഇമാർ വരെ 2400 ഒക്കെയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചിൽ വരെ. പുതിയതിനെല്ലാം 3 ബെഡ്റൂമിൻ്റെ മാക്സിമം സൈസ് വരുന്നത് ഒരു 2400 സ്ക്വയർ ഫീറ്റൊക്കെ. ആ സമയത്താണ് നമുക്ക് ഇവർ 3300, 3400 സ്ക്വയർ ഫീറ്റ് സൈസ് ഒരു 3 ബെഡ്റൂം ടൗൺ ഹൗസിന് തരുന്നത്. നല്ല സൈസാണത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതിപ്പോൾ 4+ ആണ്. 1, 2, 3, 4 ടൗൺ ഹൗസ് ചേർന്നിട്ടുള്ളതാണിത്. 3 and 4 ബെഡ്റൂം ആണല്ലേ. ഇനി 6+ നോക്കാം. ഇതാണ് 6+ വരുന്നത്. 6 ടൗൺ ഹൗസ് കണക്റ്റഡ് ആയിട്ട്. ഇനി നമുക്ക് വാട്ടർ ഫ്രണ്ട് വില്ലാസ് വരുന്നുണ്ട്, അത്യാവശ്യം സൈസ് കൂടിയിട്ടുള്ള. അതിനകത്ത് നമുക്ക് 5 ടൈപ്പ് ഉണ്ട്. അതൊക്കെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 6500 സ്ക്വയർ ഫീറ്റ് മുതൽ 7500 സ്ക്വയർ ഫീറ്റ് സൈസ് വരുന്ന വലിയ വില്ലകളാണ്. ഉണ്ടോ, 5 ബെഡ്റൂം വില്ലയുടെ സൈസ് ഉണ്ട്. പൂളിലെല്ലാം വലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഏരിയയുടെ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കൊരു 10-15 മീറ്റർ ഒരു നീളമുള്ള ഒരു വലിയ ഒരു ഹാളിലിരിക്കുന്ന പോലെ, അതും ഫുൾ ഗ്ലാസ്, അതുകൊണ്ട് ഡയറക്റ്റ് സീ വ്യൂ. ഇനി ഇവൻ റൂം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു അടിപൊളി സീ വ്യൂ ആയിരിക്കും. മാത്രമല്ല ചില ഇനത്തിൽ ഈവൻ ലിഫ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ടൈപ്പ് എയുടെ ഇൻറ്റീരിയർ അതുണ്ടോ, ഇതാണ് നമുക്ക് ഞാൻ പറഞ്ഞ ഒരു വ്യൂവിൻ്റെ ഇത് കണ്ടോ, ഒരു വ്യാപ്തി അല്ലെങ്കിൽ ലെങ്ത് ഒക്കെ ഇത് പറയാൻ പറ്റും. ടൈപ്പ് ബി കിച്ചൺ ഉണ്ടല്ലേ. ടൈപ്പ് സി ഇതിൻ്റെ അകത്തുണ്ടോ ഒരു റൂഫ് ഒരു ഇത് കൂടെ വരുന്നുണ്ട്. നിങ്ങളുടെ വ്യൂവും കാര്യങ്ങളും റൂമാവട്ടെ എല്ലാം തന്നെ ഭയങ്കര സ്പേഷ്യസ് ആയിരിക്കും. ഈവൻ നെക്കിലിൻ്റെ നമ്മൾ ഈവൻ
മുറൂജ് അൽ ഫുർജാനോ അല്ലെങ്കിൽ തിലിപ്പം അടുത്തിൽ ഇപ്പം ഹാൻഡ് ഓവർ കണ്ടുകൊണ്ടിരിക്കുന്ന തിരി അൽ ഫുർജാനിലും പോയാൽ നമുക്ക് കാണാൻ പറ്റും 4-5 ബെഡ്റൂം വില്ലയുടെ സൈസ്. ഇങ്ങനെ ഓടിച്ച് പോവാം. ജസ്റ്റ് ഞാൻ ചുമ്മാ ബ്രോഷർ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് യൂണിറ്റ് മാത്രം ഞാൻ പറഞ്ഞില്ല ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ക്യാൻസലേഷൻ ഉള്ള കാരണത്താണ് അത് കാണിക്കാനുള്ള കാരണം. അതായത് ഈ ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ടും പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് ഈ വർക്കിൻ്റെ മീൻസ് ഇവിടെയൊക്കെ അവർ ഞാൻ പറഞ്ഞില്ല റൗണ്ട് അബൌട്ട് കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് അവർ പെർമിഷൻ മീൻസ് പിന്നീട് അവർ പെർമിഷൻ എടുത്ത് ചെയ്യാൻ വേണ്ടി വെച്ച വില്ലകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പം നമുക്കൊരു 160 യൂണിറ്റ് ലോഞ്ച് ആവുന്നത്. യൂണിറ്റ് കിട്ടുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസമായിരിക്കും. കിട്ടുന്ന യൂണിറ്റ് എടുക്കേണ്ട അവസ്ഥയായിരിക്കും മിക്കവാറും. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇൻവെൻട്രി ഇതുവരെ ഔട്ടായിട്ടില്ല, ഏതൊക്കെ എത്ര യൂണിറ്റ് ഉണ്ട് എന്നുള്ളത് നാളെ മറ്റന്നാളായിട്ട് ഔട്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു യൂണിറ്റ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. ഇതിൻ്റെ ഇത് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ഞാൻ മാപ്പ് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഇത് കാണിക്കാം. നിങ്ങൾക്കിത് കണ്ടാൽ അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത്, ദുബായ് ഐലൻഡ്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പം പോലും നമുക്ക് നിങ്ങൾ ആ പുതിയ റോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. അപ്പം നമ്മുടെ ട്രേഡ് സെൻറ്റർ റോബോട്ടിൻ്റെ അവിടെയൊക്കെ ഒരുപാട് എക്സ്പാൻഷൻ കഴിഞ്ഞു. നേരത്തെ നമ്മുടെ ഈ ദുബായ് ഫ്രെയിം കഴിയുമ്പോൾ സനാസിനിക്കലിനോട് ആകെ ഒരു സിംഗിൾ 2-വേ റോഡായിരുന്നു. ഇപ്പോൾ ഇവിടെയും 6 ലൈൻ റോഡായി. അത് മാത്രമല്ല ഇവിടെ വലിയൊരു ലോങ് ബ്രിഡ്ജ് വന്ന് ഡയറക്റ്റ് നമ്മുടെ ഇൻഫിനിറ്റി ബ്രിഡ്ജ് കണക്ട് ചെയ്യാണ്. ഇൻഫിനിറ്റി ബ്രിഡ്ജ് നേരെ ഒറ്റ സീനിൽ നേരെ പോയി കഴിഞ്ഞാൽ ഹയാത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹയാത്ത് ഏജൻസി കഴിഞ്ഞാൽ നേരെ എന്താ പറയുക ദുബായ് ഐലൻഡിലേക്ക് ഒരു ബുർജ് ഖലീഫ ടു ദുബായ് ഐലൻഡ് ലിറ്ററലി 15 മിനിറ്റിലെത്താം. നമ്മളെ പൊടുത്ത ഈ ബ്രോഷറിൽ പറയുന്ന പോലല്ല. ഇനി മാത്രമല്ല അവർ പുതിയൊരു RTA പുതിയ റോഡ് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ഈ ഹയാത്താണ് ഞാൻ എൻ്റെ ഹയാത്ത് ഏജൻസി പറഞ്ഞത്. ഈ ഒരു എഡ്ജ് കണ്ട നിങ്ങൾ, ഇവിടെ നിന്ന് പുതിയൊരു റോഡ് ഇവിടെ ഇൻഫിനിറ്റി ബ്രിഡ്ജ് അല്ലെങ്കിൽ ഈ ഒരു ബർദുബായ് നമ്മുടെ ഈ ഒരു ഏരിയയിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റോഡ് കൂടെ ഇപ്പം അടുപ്പാണ് ഓൾറെഡി അനൗൺസ് ചെയ്തു. മീൻസ് RTA ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഇതിപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ പറയുന്നതാണ്. അപ്പം നമുക്ക് അങ്ങോട്ടൊരു ട്രാഫിക്കോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ബില്ലൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബർദുബായ് ദേറ ഭാഗത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഓൾഡ് ദുബായ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്, ബെസ്റ്റിൽ ബെസ്റ്റ്. ഇപ്പം നമുക്ക് ഇനി വേറെ കാര്യം എടുത്ത് പറയാം. നമുക്ക് ഇനി ഒരു ഇവിടെ വില്ല വാങ്ങുക, ഒരു വാട്ടർ ഫ്രണ്ട് വില്ല അല്ലെങ്കിൽ വില്ല ഫ്രീ ഹോൾഡായിട്ട് മീൻസ് ഏത് നാഷണാലിറ്റിക്കും വാങ്ങാൻ പറ്റുന്ന വില്ല ഇനി ഈ ഒരു ഭാഗത്ത് ഈ ഒരു പ്രൈസിന് കിട്ടുമോ എന്നുള്ളത് സത്യത്തിൽ ചാൻസ് വളരെ വളരെ കുറവാണ്. വളരെ മീൻസ് വേറെ വില്ലകൾ ഇതിനകത്ത് ലോഞ്ച് ചെയ്യുന്നില്ല ഒന്ന്. രണ്ടാമത് ഉള്ള വില്ലകൾ വളരെ ലിമിറ്റഡാണ്. നിങ്ങൾ ഈ ഒരു ഇങ്ങനത്തെ പോലത്തെ ഒരു വില്ല നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മീൻസ് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളോ ബ്രോഷർ വേണമെങ്കിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ യൂണിറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മീൻസ് നമ്മൾ ത്രൂ പോവുകയാണെങ്കിൽ യൂണിറ്റ് കിട്ടാനുള്ള കുറച്ചുകൂടി ചാൻസസ് ഉണ്ട്. താങ്ക്സ്.